ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾ സ്വന്തം MRZGT. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങളെ ചങ്ങായി കണ്ണൻ കുറേ നാളെ കൊണ്ട് പറയുകയാണ് CJ ഒന്ന് നമുക്കൊന്ന് ഓഫ് റോഡ് റൈഡ് പോയിട്ട് വരാം, ഓഫ് റോഡ് ട്രിപ്പ് പോയിട്ട് വരാം. എന്നോട് കുറേ നാളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് കണ്ണനെ കൊണ്ടുവന്ന് ഓഫ് റോഡ് റൈഡ് പോകുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യും. കാരണം ഈ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നിങ്ങളോട് അപ്പം നേരെ നമുക്ക് അതിന് അവിടത്തേക്ക് വിടാം. ഒരു രക്ഷയില്ല, നമുക്ക് ട്രാഫിക്കൊന്നും പാലിക്കില്ല, ഒറ്റ പോക്കാം. എന്ന് വെച്ചാൽ എൻ്റെ റൈഡ് നിങ്ങൾ നോക്കിക്കോ, കാരണം കിടില റൈഡാണ്. എൻ്റെ റൈഡ് കണ്ട് തന്ന് പണ്ടൊക്കെ റേസിങ്ങിന് എന്നെ 1000 വട്ടം വിളിച്ചിരുന്നു കുറേ ആൾക്കാർ. നീ റേസിങ് ചെയ്ത് പൈസ എനിക്ക് തോന്നും എന്ന് പറഞ്ഞു. ഓ അടിപൊളി റൈഡാണ്. അതിൻ്റെ ഇടയിൽ ഒരു ടാക്സിക്കാരനാണ് എൻ്റെ കട്ടറുടെ അതൊരു എത്തിയില്ല. ആ ഒരു ജസ്റ്റ് കുത്തലല്ലാതെ പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കുത്താതെയാണ് ഗൈസ് പോകുന്നത്. ആ ഒരു ടാക്സിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തും നോക്കത്തില്ല. ഫ്രണ്ടിലെന്തെങ്കിലും കുത്താണ്, നമ്മളാണെങ്കിൽ ബ്രേക്കും കിട്ടുന്ന സ്പീഡ് പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് അവൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കും. കാരണം അവൻ കുറേ നാൾ കൊണ്ട് പറയാണ് ഒന്ന് പോവാം CJ, ഒരു ഓഫ് റോഡ് നല്ലൊരു മല കയറിച്ച് വരാം, നല്ല സൺസെറ്റ് നോക്കാം. പക്ഷെ ഞാൻ പോകുന്നത് രാവിലെയാണ്, അവനക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല. ആ സാധനം എന്നാലും പോകാം. ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്രയോ മീറ്റാണ് കഴിച്ചത്, എത്രയോ ടോപ്പിലാണെന്ന് വെച്ചാൽ ടോപ്പിലെത്തിയതിൻ്റെ ശേഷം താഴത്തൊന്നും കാണില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവൻ ആദ്യമായിട്ട് പോയാണ്, എന്നാലും അവിടത്തേക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗോസ്റ്റിൻ്റെ പെരയുണ്ടെന്ന് കേട്ടു. എന്ത് നല്ലാക്കറിഞ്ഞു നമുക്കെന്നാലും ഗോസ്റ്റിൻ്റെ പെരയുണ്ടെന്ന്. അതാണ് റൈഡ്. നമുക്ക് പ്രോ ഡ്രൈവറാണ് വണ്ടി ഓട്ടുന്നത്, ഒരു പേടി പേടിക്കേണ്ട, ഒരിടത്ത് മുട്ടില്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് ലാസ്റ്റ് മീത്ത കയറിൻ്റെ ശേഷം ഒരു ഗോസ്റ്റിൻ്റെ പെരക്കൊന്ന് കയറിച്ച് വരാം. കാരണം ഗോസ്റ്റ് ഉണ്ടാകാൻ നമുക്ക് നോക്കാം. എനിക്കൊന്നും നമ്മൾ രാവിലെ വരുന്നതായിക്കൊണ്ട് ഗോസ്റ്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. രാത്രി ഒരു നാൾ വരണം. ഒരു ദിവസം വരുന്ന വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ മല ഒന്ന് കയറാം. ഭയങ്കര തൊണ്ടപ്പനാണ് ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ വേറെ വരുന്നത്. ഗൈസ് ഇതെന്തോ ഓരോരോ സൈഡ് മാത്രമേ ഇങ്ങനെ ജാലി വെച്ചിട്ടു, ജാലിയല്ല ഇതിനെന്തോ കുന്ത്രാണ്ട് പറയുന്ന അള്ളാക്കറിന് എന്തോന്നൊന്നും എനിക്കറിയില്ല. കത്തിച്ചിട്ട് വിടാൻ കഴിയും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചങ്ങായി കണ്ണൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കണം. കാരണം പിള്ളേരൊക്കെ എന്തൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. വലുതായി പിന്നെ അവർക്ക് ഈ ഒന്നും ആഗ്രഹം ഉണ്ടല്ലോ, വലുതായിട്ട് തൊണ്ടനെ എന്നിട്ടൊരു ആഗ്രഹം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇനി ഈ ഒരു മല കയറി ഇനി ഈ ഒരു തിരിഞ്ഞു ഞങ്ങൾ എത്തി ഗൈസ്. ഇനിയുണ്ടോ? തെറ്റിപ്പോയി. അതാണ് ഇവിടെയാണോ തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. കാണണ്ട ഗൈസ്, അവിടെ ഒരു എയർപ്ലെയിൻ പോയിട്ടുണ്ട് കേട്ടോ. അത് ലൈനൊക്കെ കാണുന്നുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാം. കണ്ണ നിൻ്റെ ആഗ്രഹം സാധിച്ചല്ലേ? കണ്ണ അങ്ങോട്ടൊന്ന് പോയായിരുന്നു, വീണാൽ കിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ണൻ്റെ ആഗ്രഹം ഇവിടെ സാധിച്ചു കൊടുക്കും. നേരെ നമുക്കിനി കുറച്ചങ്ങോട്ട് പോയി നോക്കാം. ഞാനിവിടെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ എന്തൊക്കെ മാറ്റം, നമുക്ക് ഒരു മാറ്റം വന്നില്ല അല്ലേ, സാധാരണ വന്നിട്ട് കുറേ കൊല്ലായി. അതാ അവിടെ കൊടിയെല്ലാം ഉണ്ട് ഗൈസ്. ഇതെന്താ ഇവിടെ നിന്ന് തുള്ളാൻ വേണ്ടിച്ച, ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, സൂസൈഡ് ചെയ്യാൻ വേണ്ടി തുള്ള പിടിച്ച് വെച്ചത് അത്. എന്തോന്നറിയില്ല. നമുക്ക് കഴിഞ്ഞാൽ ഗോസ്റ്റിൻ്റെ പെരക്ക് വെച്ച് വരാം. ഗോസ്റ്റിൻ്റെ പെരക്ക് പോകണം. അപ്പം കണ്ണന് പറയുന്നത് പോണ്ട നമുക്ക് പേടിയാന്ന്. എന്നാലും ഞാൻ പോകുന്നു. നമുക്ക് ഈ ഒരു സൈക്കിൾ ഒരു റോഡ് ചുറ്റിയിട്ടേക്കാം. കണ്ണ സൈക്കിൾ ഇരുന്നിട്ട് നമ്മൾ ലുക്കുണ്ടാവും. ലുക്കൊന്നുമില്ലോ, പൊട്ടണ്ടുള്ളുണ്ട്. അതാ കണ്ണൻ്റെ ഒന്ന് കുറേ തെറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ചൊടിയാണ് എന്നോട്. കാരണം ഞാൻ ഗോസ്റ്റിൻ്റെ പെരക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണോടി പോകും ചോടി. കാരണം എനിക്ക് സംഭവം പേടിയാവുന്നുണ്ട്. അവൻ എന്തായാലും കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഒഴിവാവാൻ നോക്കുന്നു. എന്നാലും ഞാൻ പോകുമെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ വിപ്പാഞ്ച് പോകാമോനെ ഓനോ തടി വെച്ചിട്ടൊരു നല്ല ഭയം. നമുക്ക് നേരെ ഗോസ്റ്റിൻ്റെ പെരക്ക് പോവാം. ഗോസ്റ്റിൻ്റെ പെരയാണ്, അവിടെ രാത്രിയാണ് പോകേണ്ടത്. എന്നോട് പറഞ്ഞു അവിടെ രാത്രി പ്രേതമുണ്ടാവും. എന്നാൽ അവനക്ക് പേടിയാണ്. രാവിലെയാണ് ഞാൻ പോകുന്നത്, എന്നിട്ടും അവനക്ക് അവിടെ പോകാൻ പേടിയാണെന്ന് പറഞ്ഞു.
അവനൊരു ആൺ തന്നെയാണ്. നല്ല ശരീരം ഉണ്ടോന്നില്ല, ഭയങ്കര പേടി ദൂരം. ഇവിടെ നിന്നൊക്കെ മല്ല മല്ല പോകണം. സ്പീഡ് പോയാൽ അവരുടെ വീടെങ്കിൽ പിന്നെ ഞാനും ചത്ത് അവനും ചത്തു. നമ്മൾ രണ്ടാളും അവൾ കലാസാവും. അതുകൊണ്ട് മല്ല 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 പോകണം. അപ്പോൾ ഗോസ്റ്റിൻ്റെ റൂട്ട് ഇതല്ല, നമുക്ക് റൂട്ടൊന്ന് ചേഞ്ച് ആക്കണം. അന്നെങ്കിൽ ഗോസ്റ്റിൻ്റെ പെരക്കേക്ക് എത്തും. റോഡൊന്ന് ചേഞ്ച് ആണ്, കുറച്ച് താഴെ എത്തിയതിന് ശേഷം മല്ല മല്ല പോകണം. വീണാലല്ലേ പിന്നെ ശവം കിട്ടുമെന്ന് അറിയില്ല. ഒരു സാധനം പോലും കാണുന്നില്ല. ഇനി നമ്മൾ വന്നത് ഇപ്പുറത്തെ റൂട്ടിലാണ്. ഇനി ഇപ്പുറത്തെ റൂട്ടിലാണ് പോകേണ്ടത്. ആ റൂട്ടിലാണ് ഇങ്ങനെ ചെരിഞ്ഞോണ്ട് പോകണം. ഇതാണ് കുറച്ച് നല്ല റോഡെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ മറ്റേ റൂട്ടിലേ വന്നിട്ടുള്ളൂ, ഈ റൂട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഗോസ്റ്റിൻ്റെ പെരക്ക് ഇതുവരെ ആയിട്ട് ഞാൻ പോയിട്ടില്ല. കുറേ ചങ്ങായിമാർക്ക് പറയുന്നു അവിടെ ഗോസ്റ്റിൻ്റെ പെരയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് പോയി നോക്കാം, അതുപോലെ തന്നെ കണ്ണൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഇനി എവിടത്തേക്കാണ് പോവേണ്ടത്, എവിടെയാണ് റൈഡ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾ അവിടെ പോകുന്നതായിരിക്കും. ഇനി ഞാൻ കണ്ണന് കൂട്ടില്ല, കാരണം കണ്ണന് കൂട്ടിയത് ഭയങ്കര ചോറാണ്. അവനാണെങ്കിൽ എടുക്കും മല്ല പോ അവിടെ കുത്തി വീണ് പറഞ്ഞ് ശല്യമാക്കുന്നു. ഞാൻ അപ്പൂൻ്റെ കൂട്ടം. അപ്പാണെങ്കിൽ പിന്നും തരില്ല, എൻ്റെ അതേ വൈബിലുണ്ട് ചെക്കനാണ്. ഇവനാണെങ്കിൽ ഒരു വൈബും ഇല്ല, തന്തൻ്റെ പോലെ ഒരു ഒന്നുമില്ല ഈ ചങ്ങി. നമുക്ക് ഇനി വരുമ്പോൾ അപ്പൂനെ കൂട്ടു, ഇവനെ കൂട്ടിയെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. അപ്പാണെങ്കിൽ നല്ല വൈബ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് നമുക്ക് പോവാം, അടുത്ത ട്രിപ്പ് നമുക്ക് പൊളിക്കണം. അതന്നെ ഈ വണ്ടിയിൽ അടുത്ത ട്രിപ്പിൽ നമുക്ക് കുറച്ചും കൂടി ചങ്ങായിമാർ കൂട്ടാം. അപ്പൂനെല്ലാം കൂട്ടിയിട്ട് വരാം. ഇവിടെ നിന്ന് വീണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കാര്യം. നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീണെങ്കിൽ പിന്നെ ശവം കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഗൈസ്, ഇവിടെ നിന്ന് പാലം കാണുന്ന താഴെ എത്താനായി തോന്നും. എന്നിട്ട് ഇവിടെ ഒന്നും ഗോസ്റ്റിൻ്റെ വീടൊന്നുമില്ല. സെയ്ത്താനെ പറ്റിച്ചു തോന്നി. ഇവിടെ ഒരു വീട് പോലും ഇല്ലല്ലോ. ഇവിടെയൊക്കെ മൊത്തം കാലി. ഇവിടെ അവൻ എന്നെ ഇതിലൂടെ പോകാൻ വേണ്ടി പറ്റിച്ചതാണ്. എന്നാൽ നമുക്ക് പോയി നോക്കാം, ചിലപ്പോൾ ഉണ്ടായാല. എൻ്റെ ചങ്ങന്മാർ എന്നെ പറ്റിക്കൊന്നിച്ചില്ല, അവർ സത്യം പറയും. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അവർ പറയുന്ന വിശ്വാസത്തിൽ ഇനി പറ്റിച്ച് കാണാം. കണ്ണാക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ ബുദ്ധിയില്ല. അവൻ പറയുന്ന ഗോസ്റ്റിന് പേരൊന്നുമില്ല, അവർ പിന്നെ പറ്റിക്കണം. എനിക്കൊന്നും അറിയില്ല, കാരണം അവനക്ക് പേടിയാണ്. അതുകൊണ്ട് മല്ല അവൻ എസ്കേപ്പ് ആവാൻ നോക്കിയാണ്. കാരണം നല്ല എസ്കേപ്പ് ആണ്. അതിന് ഒരു കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ പേടിക്കാൻ പാടില്ല. അവൻ പിന്നെ മറ്റേ ഭയങ്കര ഇൻട്രോവേർട്ട് അങ്ങനെ എന്തോ സാധനമില്ല, സാധനമാണ്. ആരോട് മുണ്ടും ചെയ്യില്ല, ക്യാമറയോട് മുണ്ടും ചെയ്യില്ല, ക്യാമറയുടെ ഫ്രണ്ടിൽ അങ്ങനെ വരികയും ചെയ്യില്ല. അതാ ഗൈസ്, ഈ ഗോസ്റ്റിൻ്റെ പെരക്കെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗോസ്റ്റിൻ്റെ പെരക്കെത്തി. എവിടെയാണ് ഗൈസ് ഗോസ്റ്റിൻ്റെ പെര ഉള്ളത്? ഇത് ഗോസ്റ്റിൻ്റെ പെര തന്നെയാണ്. ഇതാരോട് പണ്ട് കെട്ടിച്ചു പോയ പെര. ചങ്ങ ഇനി വരുന്നോ? ഞാൻ ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇതാ ഗോസ്റ്റിൻ്റെ പേര്. ഇവിടെ ഗോസ്റ്റിൽ ഒരു മണ്ണ കാട്ടുണ്ട്. ആ ചെങ്ങ എന്തൊരു കണ്ണാ, ഇങ്ങോട്ട് പാടാ, ഇവിടെ ഒന്നുമില്ല. ആ ചെങ്ങയ്ക്ക് ഭയങ്കര പേടിയാണ്. അവൻ ഇങ്ങോട്ടൊന്നും വരില്ല. ഇപ്പുറത്തല്ലേ ഒന്നും. വാ നമുക്ക് പോവാം. ഇവിടെ ഒരു മണ്ണാ കെട്ടൂല. ഇനി രാത്രി ഒരിക്കൽ അപ്പൂനെ കൂട്ടിയിട്ട് രാത്രി വരണം. കാരണം ഇവനക്ക് തീരുമില്ല. നമുക്ക് അപ്പൂനെ കൂട്ടിയിട്ട് ഒരു ദിവസം രാത്രി വരാം. അപ്പൂനെ കൂട്ടിയിട്ട് വരാം. ഇവനെ കൂട്ടിയിട്ട് പോയെങ്കിൽ അന്നെ പറയണം ഇവനെ കൂട്ടിയെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളെ ഫ്രണ്ടിനൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഗൈസ് ഇനി ഇവിടെ ചെറിയൊരു റോഡാണ്. നമ്മൾ വണ്ടി പോകുന്നതറിയില്ല. വണ്ടിയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകും. കണ്ട ഗൈസ്, കണ്ട ചെറിയൊരു റോഡാണ്. പുതിയ വണ്ടിയാണ്.
മോഡിഫിക്കേഷൻ ആക്കിയിട്ടെല്ലാം ഇറക്കി പെയിൻ്റെല്ലാം കൊടുത്തിട്ട് ഇറക്കിയാണ്. അതിന് എത്രയോ പൈസ കൊടുത്ത് ചിലവാക്കണം. അപ്പോൾ അടുത്ത പുതിയ നല്ല വീഡിയോയുമായി വരുന്നവർക്ക് ടാറ്റ ബൈ ബൈ.